ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് SPC എക്സാമിന് ചോദിക്കുന്ന കുറച്ച് പൊതുവിജ്ഞാന ചോദ്യങ്ങളാണ്. അപ്പോൾ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക. നമുക്ക് പെട്ടെന്ന് തന്നെ ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. അഗ്നിച്ചിറകുകൾ ആരുടെ പുസ്തകമാണ്? ഓപ്ഷൻസ് നോക്കി എല്ലാവരും ഉത്തരം ഗസ് ചെയ്യുക. അഗ്നിച്ചിറകുകൾ ആരുടെ പുസ്തകമാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, APJ അബ്ദുൽ കലാം. അഗ്നിച്ചിറകുകൾ ആരുടെ പുസ്തകമാണ്? APJ അബ്ദുൽ കലാമിൻ്റെ പുസ്തകമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ചത് ആര്? നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ബങ്കിം ചന്ദ്ര ചാറ്റർജി. നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ചിരിക്കുന്നത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. അടുത്ത ചോദ്യം. ചന്ദ്രയാൻ ഫസ്റ്റ് വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ്. ചന്ദ്രയാൻ ഫസ്റ്റ് വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, PSLV C-11. ഏതാണ്? PSLV C-11. അടുത്ത ചോദ്യം ഇതാണ്. വിദ്യാഭ്യാസ ലക്ഷ്യത്തിനായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏത്? വിദ്യാഭ്യാസ ലക്ഷ്യത്തിനായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, എഡ്യൂസാറ്റ്. വിദ്യാഭ്യാസ ലക്ഷ്യത്തിനായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് എഡ്യൂസാറ്റ്. അടുത്ത ചോദ്യം നോക്കിയാലോ. ഇന്ത്യയുടെ സർവ്വസൈന്യാധിപൻ ആരാണ്? ഇന്ത്യയുടെ സർവ്വസൈന്യാധിപൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. ആരാണ് ഇന്ത്യയുടെ സർവ്വസൈന്യാധിപൻ? ആരാണ്? ഇന്ത്യയുടെ പ്രസിഡന്റ് ആണ് ഇന്ത്യയുടെ സർവ്വസൈന്യാധിപൻ. ആറാമത്തെ ചോദ്യം ഇതാണ്. ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞ ടാബ്ലറ്റ് PC ആയ ആകാശ് പുറത്തിറക്കിയ രാജ്യം. ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞ ടാബ്ലറ്റ് PC ആയ ആകാശ് പുറത്തിറക്കിയ രാജ്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഇന്ത്യ. അടുത്ത ചോദ്യം. എയ്ഡ്സിൻ്റെ പൂർണ്ണ രൂപം. എയ്ഡ്സിൻ്റെ പൂർണ്ണ രൂപം. ഉത്തരം ഓപ്ഷൻ എ, അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. എയ്ഡ്സിൻ്റെ പൂർണ്ണ രൂപം ഇതാണ്, അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ അളവ് എത്ര? ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ അളവ് എത്രയാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, 230 വോൾട്ട്. ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ അളവ് 230 വോൾട്ടാണ്. ഒമ്പതാമത്തെ ചോദ്യം ഇതാണ്. മനുഷ്യൻ്റെ ഹൃദയമിടിപ്പിൻ്റെ തോത് 1 മിനിറ്റിൽ എത്ര? മനുഷ്യൻ്റെ ഹൃദയമിടിപ്പിൻ്റെ തോത് 1 മിനിറ്റിൽ എത്ര? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി, 72. മനുഷ്യൻ്റെ ഹൃദയമിടിപ്പിൻ്റെ തോത് 1 മിനിറ്റിൽ എത്രയാണ്? 72 ആണ്. പത്താമത്തെ ചോദ്യം. കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി, ചാൾസ് ബാബേജ്. കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചാൾസ് ബാബേജ്. കേരളപ്പിറവി ദിനം എന്നാണ്? കേരളപ്പിറവി ദിനം എന്നാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, നവംബർ 1. കേരളപ്പിറവി ദിനം എന്നാണ് നവംബർ 1-നാണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ നദി. കേരളത്തിലെ ഏറ്റവും വലിയ നദി. ഉത്തരം പെരിയാർ. കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ്? പെരിയാറാണ്. അടുത്ത ചോദ്യം നോക്കാം. തട്ടേക്കാട് പക്ഷി സങ്കേതം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? തട്ടേക്കാട് പക്ഷി സങ്കേതം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം ഓപ്ഷൻ ബി, എറണാകുളം. തട്ടേക്കാട് പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? എറണാകുളം ജില്ലയിലാണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ്? കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ്? ഓപ്ഷൻസ് നോക്കുക, ഉത്തരം ഗസ് ചെയ്യുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, ആനമുടി. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ്? ആനമുടിയാണ്. എല്ലാവരും ഓർത്തു വെക്കുക.
കേരള സംസ്ഥാനത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആര്? കേരള സംസ്ഥാനത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ്? ഉത്തരം ഓപ്ഷൻ സി, EMS നമ്പൂതിരിപ്പാട്. കേരള സംസ്ഥാനത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് EMS നമ്പൂതിരിപ്പാട്. കുറവൻ കുറത്തിമലകൾ കേരളത്തിൽ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കുറവൻ കുറത്തിമലകൾ കേരളത്തിൽ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ സി, ഇടുക്കി. കുറവൻ കുറത്തിമലകൾ കേരളത്തിൽ ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏത്? ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ആണ്, കാൽസ്യം. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് കാൽസ്യം. എല്ലാവരും ഓർത്തു വെക്കുക, ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് കാൽസ്യം. അടുത്ത ചോദ്യം ഇതാണ്, ആഗോളതാപനത്തിന് കാരണമാകുന്ന വാതകം ഏത്? ആഗോളതാപനത്തിന് കാരണമാകുന്ന വാതകം ഏത്? ഉത്തരം ഓപ്ഷൻ എ, കാർബൺ ഡൈ ഓക്സൈഡ്. ആഗോളതാപനത്തിന് കാരണമാകുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓർത്തു വെക്കുക, ആഗോളതാപനത്തിന് കാരണമാകുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അടുത്ത ചോദ്യം, ചെടികൾ ശ്വസന സമയത്ത് പുറത്തുവിടുന്ന വാതകം ഏതാണ്? ചെടികൾ ശ്വസന സമയത്ത് പുറത്തുവിടുന്ന വാതകം ഏതാണ്? ഉത്തരം വരുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്. ചെടികൾ ശ്വസന സമയത്ത് പുറത്തുവിടുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അടുത്ത ചോദ്യം നോക്കാം, മനുഷ്യന് ദോഷകരമായ കിരണങ്ങൾ ഭൂമിയിലേക്ക് പതിക്കുന്നത് തടയുന്ന അന്തരീക്ഷ പാളി ഏതാണ്? മനുഷ്യന് ദോഷകരമായ കിരണങ്ങൾ ഭൂമിയിലേക്ക് പതിക്കുന്നത് തടയുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, ഓസോൺ. മനുഷ്യന് ദോഷകരമായ കിരണങ്ങൾ ഭൂമിയിലേക്ക് പതിക്കുന്നത് തടയുന്ന അന്തരീക്ഷ പാളിയാണ് ഓസോൺ. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ആരുടെ ആത്മകഥയാണ്? എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ആരുടെ ആത്മകഥയാണ്? ഉത്തരം മഹാത്മാഗാന്ധി. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ആരുടെ ആത്മകഥയാണ്? മഹാത്മാഗാന്ധിയുടെ ആത്മകഥയാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള കമ്പ്യൂട്ടറിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ശൃംഖല ഏത്? ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള കമ്പ്യൂട്ടറിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ശൃംഖല ഏതാണ്? ഉത്തരം ഇൻ്റർനെറ്റ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള കമ്പ്യൂട്ടറിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ശൃംഖലയാണ് ഇൻ്റർനെറ്റ്. അടുത്തത്, ATMൻ്റെ പൂർണ്ണരൂപം. ATMൻ്റെ പൂർണ്ണരൂപം. ഉത്തരം ഇതാണ്, ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ. ATMൻ്റെ പൂർണ്ണരൂപം ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ. അടുത്തത്, പ്രിൻ്റർ ഒരു ഡാഷ് ഡിവൈസ് ആണ്. പ്രിൻ്റർ ഒരു ഡാഷ് ഡിവൈസ് ആണ്. ഉത്തരം പ്രിൻ്റർ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. എന്താണ്? പ്രിൻ്റർ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. അടുത്ത ചോദ്യം ഇതാണ്, മലയാള ഭാഷയുടെ പിതാവ് ആരാണ്? മലയാള ഭാഷയുടെ പിതാവ് ആരാണ്? ഉത്തരം തുഞ്ചത്ത് എഴുത്തച്ഛൻ. മലയാള ഭാഷയുടെ പിതാവ് ആരാണ്? തുഞ്ചത്ത് എഴുത്തച്ഛൻ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. അടുത്തത്, ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ദേശീയ പതാക ഉയർത്തുന്നത് ആരാണ്? ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ദേശീയ പതാക ഉയർത്തുന്നത് ആരാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, പ്രധാനമന്ത്രി. ആരാണ്? ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ദേശീയ പതാക ഉയർത്തുന്നത് പ്രധാനമന്ത്രിയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത ചോദ്യം നിങ്ങൾക്കായൊരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പറഞ്ഞ ചോദ്യങ്ങളിൽ നിന്ന് തന്നെയാണ് നിങ്ങളോട് ഈ ഒരു ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ ചോദ്യം നോക്കൂ, ഇന്ത്യയുടെ സർവ്വ സൈന്യാധിപൻ ആരാണ്? ഇന്ത്യയുടെ സർവ്വ സൈന്യാധിപൻ
ആരാണ്? നമ്മുടെ ക്ലാസ് ശ്രദ്ധിച്ചവർക്കെല്ലാം ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. അവരെന്ത് ചെയ്യുക? പെട്ടെന്ന് തന്നെ കമൻറ്റ് ബോക്സിലേക്ക് അത് രേഖപ്പെടുത്തുക. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. എല്ലാവരും എല്ലാ ചോദ്യങ്ങളും നന്നായി പഠിച്ചു പോവുക. നിങ്ങൾക്ക് എന്തായാലും സെലക്ഷൻ ലഭിക്കുന്നതായിരിക്കും. നമ്മൾ SPSCയുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ അതും കൂടെ നിങ്ങൾ കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ബെല്ലൈക്കണും എനേബിൾ ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.